രേഷ്മ തന്റെ കാമുകന്റെ നെഞ്ചിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ കാമുകനോട് പറഞ്ഞു, ചേട്ടാ എന്റെ ഭർത്താവിന് എന്നെ മുടിഞ്ഞ സംശയമാണ് ചേട്ടാ. എന്റെ പൊന്നെ, ഇതെന്തിനാണ് ഈ എഴുതി കുറിച്ചൊക്കെ വച്ചിരിക്കുന്നത്? ചേച്ചി ഇപ്പോഴും ആ 90s തന്നെ നിൽക്കുവാണല്ലേ. 2Kയിൽ ചില ആൾക്കാർക്ക് ഇത് ലോജിക്കാണ്. ഇതെന്തിനാണേ? ഇനി അടുത്ത പേപ്പർ എടുക്കാമേ, നോക്കാം. ഇവക്ക് സീനും തന്നെ. നിക്ക് ഇനി അടുത്ത സീന് കാണിച്ചു തരാം. അടുത്ത സീൻ 8. രാത്രി 12 മണിക്ക് ഫോണിൽ അലാരം വെച്ച് എഴുന്നേറ്റ് രമേശൻ ബ്രെഡ് തിന്നു. ആഹാ, ആരെങ്കിലും രാത്രി 12 മണിക്ക് കഴിച്ച് ബ്രെഡ് തിന്നു? പക്ഷേ എന്റെ കഥയിലെ നായകൻ രമേശൻ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് ബ്രെഡ് തിന്നും. കാരണം 12 മണി കഴിഞ്ഞാൽ ബ്രെഡിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയും. അതുകൊണ്ടാ. അയ്യാ സീനെ എന്തോ കണ്ട പേര് സീന, ഇതാ കിടക്കണത് സീന്, മൊത്തത്തെ സീനാക്കഥ. ഇതെല്ലാം പറക്കണേ. സത്യം പറഞ്ഞ സീന ഉള്ള പരിപാടി കേട്ടാ. ഞാൻ തൂത്ത് പറക്കിയിട്ടിട്ടൊക്കെ പോവും. ഇനി ഇവിടെ വൃത്തികേടാക്കിയിട്ടുണ്ടെങ്കിൽ മുട്ടുകാല് തല്ലി ഓടിക്കും. പറക്കണേ പറക്ക്. ഇങ്ങോട്ട് വാ, പറക്ക്. ഇത് ഇങ്ങോട്ട് വാ, ഇതും പറക്ക്. എല്ലാം കൊണ്ടുകളാം. ആരാ? ഇലക്ട്രിസിറ്റി ബോർഡ് ഇതാ. വേട്ടാവളിയനാണോ? അല്ല, നമ്മളിവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലല്ല വേട്ടാവളിയും കൂടെ വെച്ചിരിക്കുക, അതുകൊണ്ട് ചോദിച്ചത്. KSEB വന്നതാ. അയ്യോ, ചേട്ടൻ എന്താ ഇവിടെ? അവിടെ ജോലിയൊന്നുമില്ലേ? അല്ല, ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇച്ചിരി കേക്കും വൈനും അപ്പവും ഒക്കെ തിന്നേച്ച് പോകാമെന്ന് കരുതിയതാ. അയ്യോ, ഇവിടെ ഒന്നും വച്ചിട്ടില്ല അണ്ണാ. ഇനി സമയമുണ്ടല്ലോ, പോയിട്ട് ഞായറാഴ്ച വാ. ആഹാ, കറണ്ട് ചാർജ് അടച്ചിട്ടില്ല, ഫ്യൂസ് ഊരാൻ വന്നതാ ഞാന്. എന്തിനാ ചിരിച്ചേ? അതെ, ഫീസൂര് അങ്ങോട്ട് ചെല്ല്, അവിടെ കടന്നല് കൂട് വെച്ചിട്ടുണ്ട്. പിന്നെ കടന്നലൊന്നും എനിക്കൊരു വിഷയമുള്ള കേസൊന്നും അല്ല. വലിയ ചൂട്ട് കത്തിച്ച് ഞാനതിനെ കരിച്ചു കളയും. എന്നാ അടുക്കള സൈഡ് 2 കൂടിയിരിക്കുന്നു, ബാത്റൂമിന്റെ സൈഡ് 2 കടന്ന കൂടിയിരിക്കുന്നു, അതും കൂടെ ഒന്ന് കരിച്ച് കളഞ്ഞിട്ട് പോണേ അണ്ണാ. അയ്യടാ, KSEB വന്നത് ഇത് കത്തിക്കാനല്ലേ, ഞാൻ ഫ്യൂസൂരാൻ വന്നതാ. ഫ്യൂസൂരി ഉണ്ടല്ലോ, നാട്ടുകാരെന്നെ വിളിക്കുന്ന പേരാ ഫ്യൂസൂരി ജോയിന്ന്. എന്നെ അറിയണമെങ്കിൽ അങ്ങ് കടന്നപ്പുഴ വന്ന് നോക്കണം. ചെറമപ്പുഴ വരെ പോണ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് അടിക്കല്ലോടി. ഇല്ലല്ലയോ? അത് മാത്രമല്ല ശാന്തേച്ചി, കറണ്ട് ഇല്ലാത്തപ്പോ ഇവരാരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കൂ. ഒരൊറ്റ സമയത്ത് എത്തൂല. അതും പറഞ്ഞ് നമ്മൾ KSEB പോകുന്നോ? അതുമില്ല. അതേസമയം കറണ്ട് ബില്ലൊന്നും അടയ്ക്കാതിരുന്ന് നോക്ക്, കൃത്യസമയത്ത് വീട്ടിൽ എത്തുകയും ചെയ്യും, ഫീസ് ഊരിക്കൊണ്ട് പോവുകയും ചെയ്യും. അതെ, ഇന്നലെ 10 മണിക്ക് പോയ കറണ്ടാ, 5 മണിയായിട്ട് വന്നില്ല. എന്താ കാര്യം? 10 മണിക്ക് പോയിട്ട് 7 മണിക്ക് വന്ന അതെന്തര്? അതും ടച്ച്. വെട്ടി കളയണം. ഫ്യൂസ് ഞാൻ ഊരും. ചേട്ടാ, ഈ സൂരല് ചേട്ടാ, എന്റെ ഷോർട്ട് ഫിലിമിന്റെ ഒരു 8 സീനോട് എഴുതാനുണ്ട്. കറണ്ട് ഇല്ലെങ്കിൽ എഴുതാനുണ്ടോ? ഊരല്ല ഫീസൂര് കഴിഞ്ഞാൽ രാത്രി നമുക്ക് 2 പേർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റൂല അണ്ണാ. ഓ മിറാക്കിൾ! ഇത്രയും ചെറിയ ഫ്യൂസിലാണോ നിങ്ങൾ 2 പേര് കിടന്നുറങ്ങുന്നത്? അത് ചേട്ടാ, ലൈറ്റും ഫാനും ഒന്നും ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഒറ്റ രക്ഷയില്ല, ഫ്യൂസ് ഞാൻ ഊരും എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ട്. എന്റെ ഷോർട്ട് ഫിലിമിൽ ഒരു അവസരം കൊടുക്കാന്ന് പറഞ്ഞാലോ? എന്നാ ഇപ്പൊ ഫീസ് മാത്രമേ ഊരുള്ളൂ, ഇനി ആ ലൈനും കൂടി ഞാൻ കട്ട് ചെയ്തിടും. വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറ. എന്താ ഒരു കാര്യം ചെയ്യ്, നീ ചെന്നൊന്ന് ഒലിപ്പിക്കേ. എനിക്ക് എങ്ങനെ അറിഞ്ഞൂടാ? അയ്യോ, ഒലിപ്പിക്കാൻ അറിയത്തില്ല. അണ്ണാ, ഒറ്റ വിളിക്ക് തന്നെ ഒരാഴ്ചത്തേനുള്ളതായി. ഒന്ന് മാറിയേ ചേട്ടാ, ഒന്നിങ്ങ് വരുവോ? അതെ, ചേട്ടന് വന്നപ്പോ മോളി ഞാൻ ശ്രദ്ധിക്കാം, എവിടെയോ കണ്ട് നല്ല പരിചയം. അവനേക്ക് അറിയാവോ? ഷോർട്സ് ഇടും. അല്ല, FBയിൽ ഞാൻ റീൽസ് ചെയ്യുമെന്ന് പറയാറ്. അങ്ങനെ റീൽസ് ചുമ്മാതല്ല, ഞാൻ ചേട്ടന്റെ റീൽസ് കണ്ടു. എന്റെ ദൈവമേ, എന്തൊരു അഭിനയം ഇത്! എന്റെ അച്ഛൻ നല്ല അഭിനേതാവായിരുന്നേ, പക്ഷെ ആ വാസന മകന് കിട്ടുമല്ലോ. ഞാൻ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇഷ്ടം പോലെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഒരു കുഴപ്പം. ഈ ജോലിക്കൊക്കെ പോകുന്ന കാരണം എത്ര കലാകാരന്മാരുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നതെന്നറിയോ? പിന്നെ കൂടുതൽ പറയുന്ന എന്തിന്? മുന്നിൽ നിൽക്കല്ലേ ചേട്ടൻ തന്നെ. ചേട്ടൻ ഇവിടെ നിൽക്കേണ്ട ആളാണോ? സിനിമയിലെത്തേണ്ട അവസരം കഴിഞ്ഞ്. എന്റെ നാടകങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്
എന്റെ ജീവിതവുമായിട്ട് ഇഴുകിച്ചേരുന്ന നാടകങ്ങളായി. ഛേ. എന്റെ ആദ്യത്തെ നാടകം തന്നെ നാറാണത്ത് ഭ്രാന്തൻ. രണ്ടാമത്തെ നാടകം ഭാരം ചുമക്കുന്ന കഴുത. മൂന്നാമത്തെ നാടകമാണ് എന്നെ ഈ കേരളക്കര പ്രശസ്തനാക്കിയത്. എന്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, അത് നിനക്കായി എഴുതിയ നാടകമാടാന്ന്. അതെ, അത് നാടകമാണോ? കഴിവ് കെട്ടവൻ. കറക്റ്റാ. കറക്റ്റാണോ? എന്റെ പൊന്ന് ചേട്ടാ നിർത്ത്. അതെ, ഞാനൊരു ഷോർട്ട് ഫിലിം തുടങ്ങുന്നുണ്ട്. ചേട്ടൻ അഭിനയിക്കാൻ പറ്റുമോ? ആ റോളിഞ്ഞ് പറഞ്ഞാ പോരെ? പറയാം. അതായത് ചേട്ടന്റെ മകൾക്ക് +2 പരീക്ഷയിൽ full A+ കിട്ടി. കൺഗ്രാറ്റുലേഷൻ. എന്താ ഇത് അമ്മ? അതിനിടയിൽ കൂടെ അഭിനയിക്കാൻ വന്നേക്കണം. അറിയിക്കേ ചേട്ടാ, അച്ഛനായിട്ട് ചേട്ടൻ അഭിനയിക്കും. പിന്നെ A+ കിട്ടിയ മകളായിട്ട് ഓ, താങ്ക് യു. ഞാൻ അഭിനയിക്കും. ചേച്ചി കണ്ടുപഠിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ശരി. എന്താ ഇത്? തുടക്കം ഇട്ടതാണെന്ന് കരുതി ക്യാമറയിൽ നോക്കിയതാണ്. ആണോ? തുടങ്ങ്. അച്ഛന്റെ മോക്ക് +2 പരീക്ഷയിൽ full A+ കിട്ടിയല്ലേ? ഈ അച്ഛന് സന്തോഷമായി. ഈ അച്ഛന് സന്തോഷമായി മക്കളെ. ഇത് ഏത് അമ്പലത്തിലെ ഫ്ലോട്ട്? എന്തുവാ ഇത്? എന്തുവാ ഇത്? ഇതാണ് നാച്ചുറൽ. എടി, ഇതൊന്നും കൊള്ളൂല. വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞുകൊട്. ചേട്ടാ, അതെ, ചേട്ടൻ ഈ വേഷം ചേരൂല. എന്നാ പിന്നെ ഇത് പോട്ടെന്ന്. എന്തിനഴിക്കണേ? അല്ല, ഈ വേഷം ചേരുവല്ലെന്ന് പറഞ്ഞു. അയ്യോ, ഉടുപ്പഴിക്കാനല്ല പറഞ്ഞു കൊടുത്തി. അതെ ചേട്ടാ, ഈ അച്ഛന്റെ വേഷം ചേരൂല. ചേട്ടന്റെ ഈ സൗന്ദര്യവും ഈ പ്രൗഢിത്വം ഒക്കെ വെച്ചിട്ടേ നോക്ക്, ചേട്ടൻ പണക്കാരനായ ഒരു അച്ചായൻ, അത് മതി. ആണല്ലേ? ആയിക്കോട്ടെ. അത് സീൻ എന്താന്ന് ഞാൻ പറയട്ടെ. പറഞ്ഞോ. അതായത് ആശുപത്രി പോകാൻ വിഷമിച്ച് നിൽക്കുന്ന ഗർഭിണിയായ ഒരു പെണ്ണ്, അവിടെ അച്ചായൻ എങ്ങനെ സഹായിക്കും? അതോ, ഈ അച്ചായൻ സ്വന്തം കാറിൽ ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിക്കും. എന്നിട്ട് പ്രസവ ശുശ്രൂഷയെല്ലാം എടുത്തിട്ട് കൊച്ചിന്റെ പിതൃത്വം പോലും ഞാൻ ഏറ്റെടുക്കും. വേണ്ട. മതിയോ? ഇത് മഹാമാനക്കേട്. ഇത് വേണ്ട. നീ മറ്റേ കറണ്ട് ബില്ലടയ്ക്കുന്ന സീന് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു. പറ, എനിക്ക് അഭിനയമോഹം. പറയട്ടെ. എന്താ കറണ്ട് ബില്ലടയ്ക്കുന്ന സീൻ? കറണ്ട് ബില്ല് അടയ്ക്കുന്ന സീനോ? എടി, മറ്റേ നമ്മളൊക്കെ. ചേട്ടാ, അതെ, ഇത് കൊള്ളൂല. വേറെ ഒരു അടിപൊളി സീനുണ്ട്. പറയട്ടെ. അതായത് കറണ്ട് ബില്ല് അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്ന 2 യുവതികൾ. അവിടെ ദൈവദൂതനെ പോലെ അച്ചായൻ കടന്നു വരുന്നു, അവരെ സഹായിക്കുന്നു. അതില് അച്ചായനായിട്ട് ചേട്ടൻ തന്നെ അഭിനയിക്കണം. ഞാൻ തന്നെ അഭിനയിക്കാമല്ലോ. അതെ, നമ്മളാണ് 2 പെമ്പിളരായിട്ട് അഭിനയിക്കണത് കേട്ടാ. നിങ്ങളാ? ശരി ചേച്ചി തുടങ്ങിക്കോ. അയ്യോ, കറണ്ട് ബില്ലടയ്ക്കാൻ കാശില്ലല്ലോ. അയ്യോ ചേച്ചി, നമ്മൾ ഇനി എന്ത് ചെയ്യും? അയ്യോ, രാത്രി ഇനി ഇരുട്ടത്ത് കിടന്നുറങ്ങണ്ടേ? എന്താണ്, ഈ മാസവും കറണ്ട് ചാർജ് അടച്ചില്ലേ? അയ്യോ അണ്ണാ, കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ല അണ്ണാ. അതെ, ഫീസ് ഊരാൻ ആള് വരും, അടയ്ക്കാൻ പൈസ ഇല്ലേ? പൈസയൊന്നും ഈ അച്ചായനൊരു വിഷയമുള്ള കേസല്ലെന്നേ. പൈസ ഇന്നോ നാളെയോ ഒക്കെ വരും പോകും. അത് എനിക്കൊരു വിഷയമുള്ള കേസല്ല. കൺസ്യൂമർ നമ്പർ ചേച്ചി. ഒരു മിനിറ്റ് 86 26 58. എത്രയാ? 58. നോക്ക്. എങ്ങനെയുണ്ട് എന്റെ ചേട്ടാ? കിടക്കാച്ചി അഭിനയം. അച്ഛനായിട്ടുള്ള എന്റെ അഭിനയം എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പറല്ലേ? അത് മാത്രമല്ല, ചേട്ടൻ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഒരു സീനില്ലേ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അത് ഞാൻ കിടുക്കിയല്ലേ? സൂപ്പറായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അഭിനയം വേറെ, ജോലി വേറെ. കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ ഫീസ് ഞാൻ അങ്ങ് ഊരും. കറണ്ട് ചാർജ് അടച്ചല്ലോ. ആരടച്ച്? അഭിനയത്തിൽ അച്ചായൻ അടച്ചല്ലോ. അച്ചായൻ അടച്ചു അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനാണല്ലോ ഷോർട്ട് ഫിലിമിലെ നായകൻ. അതെ. ഷൂട്ടിംഗ് ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചോ. അടുത്ത മാസം കറണ്ട് ബില്ല് എന്ന് വരും? 24-ാം തീയതി. അതെ, അഥവാ അടുത്ത മാസം 24-ാം തീയതി ഞങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫീസ് ഊരാൻ ജോയി സാർ തന്നെ വരണം. അതെന്തിനാ? എന്നാലേ അച്ചായനെ കൊണ്ട് കറണ്ട് ബില്ല് അടപ്പിക്കാൻ പറ്റൂ. പിന്നെ ഈ അച്ചായന്റെ ഒരു കാര്യം